109 രൂപ പെർ മീറ്ററിൽ വരുന്ന പ്യുർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തനാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് 60s by 60s അഥവാ കാംബ്രിക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. പ്യുർ കോട്ടൺ ആണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ഞാൻ പറഞ്ഞതുപോലെ 109 ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന വിധങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. ഒരു ലൈറ്റ് ടോണിലാണ് അധികം തന്നെ വന്നിരിക്കുന്നത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പോലത്തെയുള്ള കളക്ഷനും ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു സിഗ്സാഗ് പ്രിൻറ്റിലുള്ളതാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് 4 കളർ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ലൈറ്റ് ഓറഞ്ച് കളറിലുള്ളതാണ്. ഞാനിതിൻ്റെ ത്രെഡ് കൗണ്ട് പറഞ്ഞല്ലോ, 60s by 60s ആണ് ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ കൗണ്ട് വന്നിരിക്കുന്നത്. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നമ്മളിത് ഓൺലൈനിൽ വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് ഞാനിതൊക്കെ പറയുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. സമ്മർ സീസണൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. അതായത് ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പർപ്പിളും അതുപോലെ ലൈറ്റ് ഓറഞ്ച് കളറിലുമുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇതിനകത്ത് പോയിട്ടുള്ളത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഇതിൻ്റെ 3 കളറും കൂടെ അവൈലബിൾ ആണ്. വിഡ്ത്ത് എല്ലാത്തിൻ്റെയും 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 109 അഥവാ 109 രൂപയിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെയിം ഡിസൈൻ തന്നെ അതിൻ്റെ ബ്ലൂ കളറിലുള്ളതാണ്. ഞാനിതും വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതിനൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാനിതും വെച്ച് കാണിച്ചു തരാം. എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ അതിൻ്റെ ഡിസൈൻ പോകുന്നത്. 109 തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ അതിൻ്റെ തന്നെ പിങ്ക് കളറിലുള്ളതാണ്. പിങ്കും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു കളറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതും 60s by 60s ആയിട്ടുള്ള കാംബ്രിക്കിൽ തന്നെ 109 പെർ മീറ്ററിലുള്ള ഫാബ്രിക്കാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ലൈനിങ് ഇല്ലാതെ ചെയ്യാൻ സാധിക്കും. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഈ ഡിസൈനിൻ്റെ തന്നെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ടെയിൽ ഗ്രീൻ കളറും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. എല്ലാം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കളറാണ്. ഇപ്പോൾ സമ്മറൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് ഡാർക്കർ ടോണിനേക്കാളും കൂടുതലായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ലൈറ്റർ ടോൺ തന്നെയാണ്. പിന്നീടുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ ലൈറ്റർ ടോണാണ് അധികം ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 109 തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഒന്നൊരു ഡാർക്കർ ടോണിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കിനകത്ത് തന്നെ പിങ്ക് കളറിലുള്ള ഒരു ലീഫ് പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ലീഫ് പ്രിൻ്റൊക്കെ നമുക്ക് എപ്പോഴും വരുമ്പോൾ ഡിസൈൻ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത് പെർ മീറ്റർ. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. ഞാൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടെന്ന് പറഞ്ഞല്ലോ. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ഫ്ലോറൽ പാറ്റേണിലുള്ള ബൂട്ടിയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ 60s by 60s ആണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതും വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത് കേട്ടോ. ബ്ലാക്കിനകത്ത് തന്നെ പിങ്ക് കളറിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ബ്ലൂ കളറിൽ ഒരു ചില്ലി റെഡ് കളറിലുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈനാണ്. ഒരു പീക്കോക്ക് ബ്ലൂയുടെ ഒക്കെ ഒരു ലൈറ്റ് ടോണിലാണ് ഇതിൻ്റെ ബ്ലൂ വന്നിരിക്കുന്നത്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. 109 തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇതിൻ്റെ മാച്ച് ചെയ്യാവുന്നൊരു ഡിസൈൻ സിഗ്സാഗിലാണ് വന്നിരിക്കുന്നത്. പീക്കോക്ക് ബ്ലൂ തന്നെയാണ് അതിനും പോയിട്ടുള്ളത്. അതിനകത്ത് പോയിട്ടുള്ള സിഗ്സാഗ് എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് കണ്ട 2 എണ്ണവും ടോപ്പും ബോട്ടവുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. കണ്ടതെല്ലാം തന്നെ 60s by 60s ആയി വന്നിട്ടുള്ള കാംബ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 109. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ
നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.